ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നല്ലൊരു വെജിറ്റബിൾ ഹണ്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഒരു രീതി ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുളകും കൂടെ ചേർത്ത് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ പച്ചമണമെല്ലാം മാറി ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ച് വയ്ക്കാം. അതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ക്യാപ്സിക്കുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റോളം സമയം ചെറു തീയിലിട്ട് കുക്കായതിന് ശേഷം വീണ്ടും നമുക്ക് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത 1 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും പിന്നെ 1 സ്പൂൺ വെജിറ്റബിൾ മസാലയുടെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു കുറുകിയ രീതിയിലാണ് ഈ കറി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് സമയം ഒന്ന് വേവിക്കേണ്ടതാണ്, മസാലയൊക്കെ നല്ലതുപോലെ വെജിറ്റബിളിൽ പിടിക്കുന്നതിനായിട്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ വെന്ത് വരുമ്പം വീണ്ടും അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തിയോ അല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ചപ്പാത്തിക്ക് ഒപ്പം കഴിക്കാൻ വേണ്ടിയാണ് ഈ കറി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.